വിശുദ്ധമായ അറഫ ദിനത്തിൻ്റെ പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് ദുൽഹിജ്ജ 9 നമുക്ക് ഇന്ന് അറഫ ദിനത്തിൻ്റെ പകലാണ്. ഇന്നത്തെ ഈ അറഫ ദിനത്തിൻ്റെ പകലിൽ ഒരു 3 കാര്യം പറഞ്ഞു തരാം. ചെയ്യാൻ പറ്റിയാൽ അത് വലിയ വിജയമാണ്. ഇന്ന് മഗ്‌രിബോട് കൂടി ബലിപെരുന്നാളിൻ്റെ രാവാണ്. അപ്പോൾ ഉടുപ്പെടുക്കാൻ ഓടലും മൈലാഞ്ചി ഇടാനുള്ള തിരക്കും ആ കടയിൽ പോകാനും ഒക്കെ ആയിട്ടുള്ള വലിയൊരു തിരക്കിൻ്റെ ദിവസമായിരിക്കും, സമയമായിരിക്കും. എന്നാലും ആ തിരക്കിൻ്റെ ഇടയിലും ഒരു 3 കാര്യം മറന്നു പോകരുതേ. മറന്നാൽ നമ്മുടെ ഇന്നത്തെ അമലുകൾ അള്ളാഹു സ്വീകരിക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറക്കാതെ നമ്മൾ ഇന്ന് ചെയ്യേണ്ട 3 കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന പരിപാവനമായ ബലിപെരുന്നാൾ രാവ്. ബലിപെരുന്നാൾ രാവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പിന്നെ നാളെ ബലിപെരുന്നാൾ ദിനമാണ്. നാളെ നമ്മൾ നിസ്കാരത്തിന് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നാളത്തെ ദിനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില മസ്അലകൾ എല്ലാം കൂട്ടി. പിന്നെ ഉളഹിയ്യത്ത് അറുക്കുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല എല്ലാവിധ ഖൈറും തരട്ടെ. ആ ഉളഹിയ്യത്ത് അറുക്കുന്ന ആളുകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി പറയുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. അല്ലാഹു തആല നമ്മൾ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുമാത്രമല്ല, ഇന്ന് അറഫ ദിനത്തിൻ്റെ പുണ്യമായ നോമ്പാണ്. ഈ അറഫ നോമ്പ് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല ഉസ്താദെ, പല കാരണങ്ങൾ കൊണ്ട്. ഉമ്മമാരൊക്കെ ഒരുപാട് വിഷമത്തിലാണ് നോമ്പ് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ ഇന്നത്തെ നോമ്പ് പിടിക്കാൻ പറ്റാത്തവർക്ക് വലിയൊരു ആശ്വാസത്തിൻ്റെ ഒരു വാക്കുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടാലോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിലാണല്ലോ നമ്മളെല്ലാവരും ഉള്ളത്. ഈ ദുൽഹിജ്ജ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു എന്തെല്ലാം പ്രതിഫലങ്ങൾ കൊടുക്കുന്നുണ്ടോ അത് മുഴുവനും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹാജിമാരെല്ലാവരും അൽഹംദുലില്ലാ ഇന്ന് അവർക്ക് ബലി പെരുന്നാൾ ദിവസമാണ്. അവർക്ക് വലിയ സന്തോഷത്തിലാണ്, അവർക്ക് നല്ല ദുആകളിലാണ്, നമുക്ക് വേണ്ടിയുള്ള ദുആയിലാണ്. അല്ലാഹു തആല അവരുടെ എല്ലാ ഇബാദത്തുകളും പരിപൂർണമായി സ്വീകരിക്കട്ടെ. അവരുടെയൊക്കെ ദുആയിൽ അല്ലാഹു തആല നമ്മളെയും ചേർക്കാനുള്ള ഓർമ്മശക്തി അവർക്ക് അല്ലാഹു തആല കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കിന്ന് ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അറഫ ദിനത്തിൻ്റെ പകലിലാണ്. അറഫ ദിനത്തിൻ്റെ പകലിലെ സുന്നത്തായ നോമ്പുകാരായിട്ടാണ് നമ്മളെല്ലാവരും ഈ ക്ലാസ് കേൾക്കുന്നത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ നോമ്പിനെ പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഇനി നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയ ഉമ്മമാർ ഒരു പക്ഷേ ഈ സദസ്സ് കേൾക്കുന്നുണ്ടാകും. നോമ്പ് പിടിക്കാൻ പറ്റാത്തത് മനഃപൂർവ്വമല്ല. അവർക്ക് ഇപ്പോൾ നിസ്കാരമില്ലാത്ത ഉമ്മമാർ, അതുപോലെ തന്നെ എന്തെങ്കിലും രോഗങ്ങൾ കാരണമായിട്ട് മറ്റ് കാരണങ്ങൾ കൊണ്ട് ഇന്ന് നോമ്പ് പിടിക്കാൻ, അറഫ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയവരുണ്ടാകും. അപ്പോൾ അവർക്ക് ഇനി മറ്റൊരു ദിനത്തിൽ ദുൽഹിജ്ജ മാസം കഴിയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷം ഇനി മുഹറം വരാനിരിക്കുന്നു, സഫർ വരാനിരിക്കുന്നു, ആ മാസങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ദിവസം പറ്റുന്നത് പോലെ കഴിഞ്ഞുപോയ, നഷ്ടപ്പെട്ടു പോയ അറഫ ദിനത്തിലെ നോമ്പ്, സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു എന്ന് ഖളാ വീട്ടാൻ പറ്റുന്ന ഒരു നോമ്പാണ് നമുക്ക് ഇന്നത്തെ അറഫ നോമ്പ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ അറഫ ദിനത്തിൻ്റെ പകലിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ചില ദിക്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ നോമ്പ് ഉള്ളവരും ഇല്ലാത്തവരും ഇൻഷാ അല്ലാഹ് ആ ദിക്ർ മറക്കാതെ പറയൽ പ്രത്യേകം നല്ലതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, വയൗമു അറഫ അഫ്ളലു അയ്യാം. അതായത് ദിനങ്ങളിൽ ഏറ്റവും, പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകൽ അത് അറഫയുടെ പകലാണ്. അത് ശ്രേഷ്ഠമാണ്. മാത്രമല്ല ഇന്ന് നമുക്ക് ബലി പെരുന്നാൾ രാവാണ്. ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് വരുന്നത് ബലി പെരുന്നാൾ രാവാണ്. ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള സമയമാണ് ഇന്നത്തെ പകല്, ഇനിയുള്ള ദിവസങ്ങൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആയുടെ കാര്യം മറന്നു പോവണ്ട. ഏതൊക്കെ ദുആയാണ് പറയേണ്ടത് ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷം പറയാം. പിന്നെ ഇന്ന് ഹാജിമാരുൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ബലി പെരുന്നാൾ ദിവസമാണ്. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രവാസികളായ നിരവധി പേര് ഉണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഖൈറും തരട്ടെ. ഹാജിമാരുൾപ്പെടെ മറ്റ് GCC രാജ്യങ്ങളിലുള്ള എല്ലാവർക്കും തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പെരുന്നാൾ ദിനത്തിൽ, നിങ്ങളുടെ ഈ പെരുന്നാൾ ദിനത്തിൽ എല്ലാവിധ ഖൈറും സമാധാനവും നിങ്ങൾക്ക് നൽകട്ടെ. നമ്മുടെയും നിങ്ങളുടെയും എല്ലാ അമലുകളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നിങ്ങൾക്ക് പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെയാണ് പെരുന്നാൾ ദിനം വരുന്നത്. അതെങ്ങനെയാ ഉസ്താദ്, അതൊക്കെ അങ്ങനെയാവോ ഇങ്ങനെയാവോ, 2 അറഫ ദിനം വരോ? അതിൻ്റെയൊക്കെ ഉത്തരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്. ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ
നമുക്ക് ഇന്ന് അറഫ ദിനമാണ്. അൽഹംദുലില്ലാ. ഇന്നത്തെ ഈ ദിവസം എന്താ ശ്രേഷ്ഠത എന്നറിയോ? ഹാജിമാർക്ക് ഇന്നലെയായിരുന്നു അറഫ. ഹാജിമാർ അറഫ ദിനത്തിൽ ഇന്നലെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, TV-യിലും വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ലക്ഷക്കണക്കിന് ഹാജിമാർ, അല്ലെ, ലക്ഷക്കണക്കിന് ഏകദേശം 20 ലക്ഷത്തോളം ഹാജിമാരാണ് ഇപ്രാവശ്യം ഹജ്ജിനായി വന്നിട്ടുള്ളതെന്നാണ്. അൽഹംദുലില്ലാ. അവരൊക്കെ ഓരോ സമയം ഊഴം അനുസരിച്ച് അവരൊക്കെ അറഫയിൽ വന്നു, അവരൊക്കെ ദുആ ചെയ്യുന്നു, അവർ ദിക്ർ പറയുന്നു, തൗബ ചെയ്യുന്നു. അതുപോലെ മസ്ജിദ് നമിറ, അടുത്തുള്ള മസ്ജിദ് നമിറ വിശാലമായ പള്ളി, അവിടെ വന്ന് അവർ ആ ഖുതുബ കേൾക്കുന്നു, അവിടുത്തെ ഖത്തീബിന്റെ ഖുതുബ കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ആ അറഫ പ്രഭാഷണം നടത്തി, അല്ലെ, അറഫ മൈതാനത്തിൽ വലിയൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ആ പ്രഭാഷണം ഇന്ന് ലോകത്താരെല്ലാം പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നു, ആ എല്ലാ പ്രസംഗങ്ങളെക്കാളും മികച്ചു നിൽക്കുന്ന ഏറ്റവും കുറഞ്ഞ വാക്കിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വലിയൊരു പ്രഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നടത്തി. അതായത് ഏറ്റവും വലിയ മനുഷ്യ അവകാശ പ്രഭാഷണമായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അറഫ പ്രഭാഷണം, തന്റെ വിടവാങ്ങൽ പ്രഭാഷണം, അവസാനത്തെ പ്രസംഗത്തിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അറഫ ദിനത്തിന്റെ പകലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്, ലം യബ്ഖ അഹദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലം യബ്ഖ അഹദുൻ ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിനൽ ഈമാൻ. ഈമാനിന്റെ അണുമണി തൂക്കം, ഒരു കടുകുമണിയോളം ഈമാൻ ഈ പറയുന്ന എൻ്റെ, കേൾക്കുന്ന നിങ്ങളുടെ ഈ ലോക മുഅ്മിനീങ്ങളിൽ ആരുടെയൊക്കെ മനസ്സിൽ, മുസ്ലിമീങ്ങളിൽ ആരുടെയൊക്കെ മനസ്സിൽ, ലോക മനുഷ്യരിൽ ആരുടെയൊക്കെ മനസ്സിൽ ഒരു അല്പമെങ്കിലും ഈമാനുണ്ടോ, ഈ പരിശുദ്ധമായ അറഫ ദിനത്തിൽ നമ്മൾ ഇബാദത്ത് എടുത്താൽ, നമ്മൾ ദുആ ചെയ്താൽ, പരിപാവനമായി നോമ്പ് പിടിച്ചുകൊണ്ട് നമ്മൾ ദുആരെന്നാൽ, നോമ്പ് പിടിക്കാൻ പറ്റാത്തവരാണെങ്കിലും ഈ ദിവസത്തിൽ നമ്മൾ പ്രത്യേകം സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ഇല്ലാ ഗുഫിറ ലഹു, അല്ലാഹു തആല അവനിക്ക് പുറത്തു കൊടുത്തിട്ടല്ലാതെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരും. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ, അബദ്ധങ്ങൾ പറ്റിയവരാ, കൂട്ടായും ഒറ്റക്കുമൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ. ഈ പരിപാവനമായ അറഫ ദിനത്തിന്റെ പകലിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ പിടിച്ചിട്ടുള്ള നോമ്പിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ തെറ്റുകളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ സമയത്ത് ആയിഷ ബീവി ചോദിക്കുന്നു, നബിയെ, ഈ ദിനത്തിൽ എല്ലാവർക്കും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞു, അല്പമെങ്കിലും മനസ്സിൽ ഈമാനുള്ളവർക്ക് പുറത്തു കൊടുക്കുമെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അഹൽ അറഫത ഖാസ, ഇത് ഈ അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമാണോ അല്ലാഹു പുറത്തു കൊടുക്കുന്നത്? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, അല്ല ആയിഷ, ബല്ലിൽ മുസ്ലിമീന ആമാ, ലോകത്തുള്ള എല്ലാ മുസൽമാനും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഈ അറഫ ദിനത്തിന്റെ പകലിലാണ് അല്ലാഹുവിന്റെ റഹ്മത്തുകൾ ഇറങ്ങി വരും. അല്ലാഹു തആല അവന്റെ മലക്കുകളെ ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കിയിട്ട് മുഅ്മിനീങ്ങളായ അടിമകളുടെ അടുക്കലേക്ക് പറഞ്ഞുവിടും. എന്നിട്ടോ അവർ ചെയ്യുന്ന ദുആക്ക് നിങ്ങൾ ആമീൻ പറയണേ മലക്കുകളെ എന്ന് അല്ലാഹു തആല മലക്കുകളോട് പറയുന്നതാണ്. അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിനായി ചിലപ്പോൾ പോകും, കാരണം നാളെ പെരുന്നാളാ, സാധനങ്ങൾ വാങ്ങാൻ, ഉടുപ്പ് വാങ്ങാൻ പോകും. പക്ഷേ എന്ത് ചെയ്താലും നമ്മൾ ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട 2-3 അമലുകളുണ്ട്. അത് മറന്നു പോവരുത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ. ഒന്നാമതായി ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ഈ പരിശുദ്ധമായ അറഫയുടെ പകലാണ് ഇന്ന് അറഫ ദിനമാണ്. നമുക്കിന്ന് ദുൽഹിജ്ജ 9 ഇന്ന് സുബഹി നമസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളികളിലെല്ലാം നിസ്കാരത്തിന് ശേഷം തക്ബീർ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പരിപാവനമായ ദുൽഹിജ്ജ 9, നാളെ 10, പിന്നെ 11, 12, 13 ഈ 5 ദിവസങ്ങളിലും നമ്മൾ തക്ബീർ അധികരിപ്പിക്കണേ. ഇന്ന് അറഫാ ദിനം, നാളെ 1-ാം പെരുന്നാൾ, പിന്നെ 2-ാം പെരുന്നാൾ, 3-ാം പെരുന്നാൾ, 4-ാം പെരുന്നാൾ. ഈ 4 പെരുന്നാൾ ദിവസവും അതുപോലെ ഇന്നത്തെ അറഫാ ദിവസവും നമ്മൾ അധികരിപ്പിക്കേണ്ട, പറയേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തക്ബീറാൻ. ഒന്ന് പറഞ്ഞ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിപ്പോൾ പറയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പരിപാവനമായ ഈ അറഫ ദിവസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തക്ബീറാൻ. നിസ്കാരങ്ങൾക്ക്, ഫർളായ നിസ്കാരങ്ങൾക്കും സുന്നത്തായ നിസ്കാരങ്ങൾക്കും ശേഷം 3 പ്രാവശ്യം വീതം ഇൻഷാ അല്ലാഹ് തക്ബീർ നമ്മൾ മറന്നു പോവരുതേ.
അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന് അറഫാ ദിനം, നാളെ പെരുന്നാൾ, പിന്നെ ഒന്നാം പെരുന്നാൾ, രണ്ടാം പെരുന്നാൾ, മൂന്നാം പെരുന്നാൾ, ഈ 4 പെരുന്നാൾ ദിവസവും ഇന്നത്തെ അറഫാ ദിനത്തിലും നമ്മൾ ഒരു കാര്യം തക്ബീർ, രണ്ടാമത്തെ കാര്യം അഫ്ളലുൽ കലാമി ബഅദൽ ഖുർആൻ, ഖുർആനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്തുകൾ 4 അഹബ്ബുൽ കലാമി ഇലല്ലാഹി 4, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കലിമത്തുകൾ ഖുർആനിന് ശേഷം 4 എന്താ അത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ 4 കലിമത്തുകളാണ് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഈ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ഈ ദിക്ർ നമ്മളിങ്ങനെ അധികരിപ്പിക്കണം ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹജ്ജും ഉംറയും ചെയ്തതുപോലത്തെ കൂലി കിട്ടാൻ കാരണമാകുന്ന ഒരു ദിക്റാണെന്ന് പോലും മഹത്തുക്കൾ ഈ ദിക്റിനെ പറ്റി നമുക്ക് പ്രതിപാദിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് അറഫാ ദിനമാണ്. ഇന്നത്തെ ളുഹർ, അസർ, പിന്നെ മഗ്രിബ്, ഇനി വരുന്ന ഇശ, പിന്നെ നാളത്തെ സുബഹി, ഇതൊന്നും നമ്മൾ ഖളാ ആക്കാതെ പ്രത്യേകം ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പിന്നെ ഇന്ന് അറഫാ ദിനമാണ്. ഇന്നത്തെ മഗ്രിബിന് മുമ്പ്, ഇന്ന് മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അതോടൊപ്പം തന്നെ നമുക്ക് ചേർക്കാൻ പറ്റിയ അതിൻ്റെ കൂടെ തന്നെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് കൂടി പറഞ്ഞാൽ അതൊരു എന്താ പൂർണ്ണമാകും. അപ്പോൾ ഈ ഒരു ദിക്ർ ഒരു 11 വട്ടം, ഈ ദിക്ർ ഇന്നത്തെ മഗ്രിബിന് മുമ്പ് 11 വട്ടം ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ദുആ ചെയ്താലും, ഇന്ന് അറഫയുടെ പകലാണ്, ദുആക്ക് ഇജാബത്തുള്ള പകലാണ്, അല്ലാഹു തആല അത് നിറവേറ്റി തരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ ദിക്ർ മറന്നു പോവണ്ട. 11 വട്ടം ഇന്ന് മഗ്രിബിന് മുമ്പ് നിങ്ങൾ ചൊല്ലിയിട്ട് എന്ത് അള്ളാഹിനോട് ചോദിച്ചാലും അള്ളാഹു തരും. ഈ അറഫാ ദിവസത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് ഉലമാക്കളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവരെല്ലാവരും പറഞ്ഞു കൊടുത്തത്, കടലിൻ്റെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്ന ഒരു ദിക്റുണ്ട്. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്റാണ്. ഈ ദിക്ർ വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. 10 ലക്ഷത്തോളം പാപങ്ങൾ പുറത്തു തരുമെന്നാണ്. കടലിൻ്റെ നുരയോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പുറത്തു തരുന്ന ഒരു അതിശ്രേഷ്ഠമായ ഒരു ദിക്റാണ്. അറഫയുടെ രാവും പകലുമെല്ലാം നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു ഖൈറാക്കട്ടെ. പിന്നെ ഇന്നത്തെ മഗ്രിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധമായ ബലിപെരുന്നാൾ രാവാൻ അല്ലേ. അല്ലാഹ് എത്ര വലിയ സന്തോഷമാണ് ബലിപെരുന്നാൾ. ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ ത്യാഗത്തിൻ്റെ, വലിയ സമർപ്പണത്തിൻ്റെ വലിയൊരു എന്താ പറയുക സ്മരണകൾ ഉയർത്തിക്കൊണ്ട് ബലിപെരുന്നാൾ നമ്മളിലേക്ക് വരികയാണ്. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിലെല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ഒരു കുടുംബമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ലായിരുന്നെങ്കിൽ, മഹദിയായ ഹാജറ ബീബി ഇല്ലായിരുന്നെങ്കിൽ, മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഹജ്ജിൻ്റെ ഒരു അമലും ഉണ്ടാവില്ല, പരിശുദ്ധമായ കഅബ അങ്ങനെ ആവില്ല എന്നൊക്കെയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ബലിപെരുന്നാളിൻ്റെ ഈ ദിവസം വലിയ സന്തോഷമാണ്, വലിയൊരു ആഹ്ലാദമാണ്. ബലിപെരുന്നാൾ അല്ലെ, പേര് തന്നെ ബലിപെരുന്നാൾ എന്നാണ്. ഈദുൽ അദ്ഹ അല്ലെ, ബലിപെരുന്നാൾ ദിനം. എന്താ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ നമ്മൾ തക്ബീർ അധികരിപ്പിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ബലിപെരുന്നാൾ ദിനത്തിൽ നമ്മൾ തക്ബീറാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. സാധാരണ നമ്മൾ ചെറിയ പെരുന്നാൾ, റമദാനിന് ശേഷമുള്ള ചെറിയ പെരുന്നാളിൽ നമ്മൾ ആ പെരുന്നാൾ ദിനത്തിൽ മാത്രം, ആ ഒറ്റ ദിവസം മാത്രമാണ് നമ്മൾ, ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നിലാവ് കണ്ടു, നാളെ പെരുന്നാളാണെന്ന് അറിഞ്ഞാൽ ആ സമയം മുതൽ പിന്നെ ഖത്തീബ് ഖുത്ബ ഓതാൻ വേണ്ടി മിമ്പറിലേക്ക് കയറുന്നത് വരെ നമുക്ക് ആ ഒരു ടൈമിൽ മാത്രമാണ് തക്ബീർ പറയാൻ പറ്റുള്ളൂ. തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ളത്. എന്നാൽ ഈ ബലിപെരുന്നാളിൽ അറഫാ ദിനമുണ്ട്, ഒന്നാം പെരുന്നാൾ, രണ്ടാം പെരുന്നാൾ, മൂന്നാം പെരുന്നാൾ, ഈ 4 പെരുന്നാൾ, അതായത് ഇനി വരുന്ന വ്യാഴാഴ്ച അസറിന്റെ സമയം വരെ, മഗ്രിബിന് തൊട്ട് മുമ്പ് വരെ നമുക്ക് തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ്.
അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ തക്ബീറിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഈ ബലിപെരുന്നാൾ നാളെ വരികയാണ്. നാളെ ബലിപെരുന്നാൾ, മറ്റന്നാൾ ബലിപെരുന്നാൾ. ഉദഹിയ്യത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഉദഹിയ്യത്ത് മൃഗത്തെ വാങ്ങുന്ന നമ്മൾ ആ തിരക്ക്, പിന്നെ എങ്ങനെയൊക്കെയാണ് അറുക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ്. ഉദഹിയ്യത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മുടെ നാട്ടിൽ സജീവമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നമ്മൾ മറന്നു പോകണ്ട. മുത്തായ റസൂൽ പറയുകയാണ്, ഉദഹിയ്യത്തുമായി ബന്ധപ്പെട്ട കലാമുകൾ, സംസാരങ്ങൾ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ബഅത്ത്, ചർച്ചകളൊക്കെ എന്താണ്? അത് വലിയ ദിക്ർ പറഞ്ഞത് പോലത്തെ പ്രതിഫലം അല്ലാഹു തരുമെന്നാണ്. ആ മൃഗം അങ്ങോട്ട് പോകണം, അതിന് വെള്ളം കൊടുക്കണം, അത് ഇങ്ങോട്ട് കൊണ്ടുവരണം, നാളെ നമ്മൾ 8 മണിക്ക് തന്നെ അറക്കണം, അല്ലെങ്കിൽ 7 മണിക്ക് തന്നെ അറക്കണം. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുമല്ലോ ഉദഹിയ്യത്തുമായി ബന്ധപ്പെട്ട. അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഓരോ വർത്തമാനവും എന്താണ്? അത് വലിയ ദിക്റാണ്, അള്ളാഹുവിൻ്റെ സ്മരണയാണെന്ന് പോലും മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബലിപെരുന്നാൾ ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരികയാണ്. അതിൻ്റെ രാവാണ് ബലിപെരുന്നാൾ രാവ്. അതിശ്രേഷ്ഠമാണ്. അതായത് ദുആക്ക് ഇജാബത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു രാവാണ് ബലിപെരുന്നാൾ. അത് നമ്മൾ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവ്, ഇന്നത്തെ അറഫയുടെ പകൽ, അതുപോലെ ഇന്ന് കടന്നു വരുന്ന ബലിപെരുന്നാൾ രാവ്, അതുപോലെ നാളത്തെ ദിനങ്ങൾ, ഈ സമയത്തൊക്കെ നമ്മൾ ദുആ ചെയ്താൽ പ്രത്യേകം അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ട് ഒരു ദുആ പറഞ്ഞു തരാം. എന്താ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇന്നത്തെ പകലിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ദുആയാണ്. നാളത്തെ ദിവസവും നമ്മൾ പറയേണ്ട ദുആയാണ്. ഇന്ന് മഗ്‌രിബോട് കൂടി കടന്നു വരുന്ന സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അത് മറന്നു പോവണ്ട. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നാളെ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബലിപെരുന്നാളിന് വലിയ സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണല്ലോ. ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നാളെ പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ, നാളെ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകൾ, ഒരു 9 സുന്നത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. 9 സുന്നത്തുകൾ. ഇന്നിപ്പോൾ ബലിപെരുന്നാളിൻ്റെ രാവാണ്. ഈ രാവിൽ നമ്മൾ ദുആയും അതുപോലെ തക്ബീറൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതിയ ഉടുപ്പ് മാറ്റിവെക്കുന്നു, ഉടുപ്പുകൾ തേക്കുന്നു, മൈലാഞ്ചി ഇടുന്നു. ആ ഒരു വലിയ സന്തോഷമൊക്കെ ഉണ്ടാകും. ആ സന്തോഷിക്കുക. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും 2 പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. ഒന്ന് ചെറിയ പെരുന്നാൾ, 2 വലിയ പെരുന്നാൾ. അപ്പോൾ ബലിപെരുന്നാളാണ് സന്തോഷം അതിര് കടക്കാൻ പാടില്ല. അതിര് കടന്നിട്ട് ഒച്ചപ്പാടും ബഹളവും, നമ്മുടെ സന്തോഷം കൊണ്ട് മറ്റൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പടക്കം പൊട്ടിക്കലും അതും പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ആളുകൾ വരെ നമ്മുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരുണ്ട്. എന്തുമാവട്ടെ, എന്നാൽ അമിതമായ ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അത് പരിശുദ്ധമായ ദീനിന് തന്നെ കേടാണ്. അപ്പോൾ ഈ സന്തോഷ നിമിഷമാകുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ, ഇസ്മായിൽ നബിയുടെ, ഹാജറ ബീവിയുടെ സ്മരണകൾ ഉയർത്തുന്ന, അവരുടെയൊക്കെ പാവന സ്മരണകൾ, അവരുടെയൊക്കെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഈ സമയത്ത് അല്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ അറുക്കാൻ വേണ്ടി പോയ സമയം, ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദിവസങ്ങൾ അത് വിശദമായിട്ട് പറയാം. മിനയിലേക്ക് പോയി അറുക്കാൻ വേണ്ടി പോയ സമയത്ത് മകൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്നു, അറുക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ജിബ്രീൽ എന്ന മലക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ അലൈഹിസ്സലാത്തു വസ്സലാം, എന്ത്, നിങ്ങൾ മകനെയല്ല അറുക്കേണ്ടത്, ഈ കാണുന്ന ആടിനെയാണ്. ആ ആടിനെ കണ്ട സമയത്ത് ജിബ്രീൽ പറഞ്ഞത് എന്താ? അല്ലാഹു അക്ബർ. ഇബ്രാഹിം നബി പറഞ്ഞു അല്ലാഹു അക്ബർ. ആ സമയത്ത് ആടും പറഞ്ഞു എന്നാണ്, അല്ലാഹു അക്ബർ. ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പറഞ്ഞു തക്ബീർ. ഈ 4 പേരുടെ സംസാരം അത് കോർത്തിണക്കിക്കൊണ്ടാണ് തക്ബീർ ഉണ്ടായത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഈ തക്ബീർ മറന്നു പോവണ്ട. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ ദിക്ർ ഇന്നത്തെ പകലും നാളത്തെ ദിവസമൊക്കെ പറയാനുള്ളതാണ്. പിന്നെ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, അതും മറന്നു പോവണ്ട. അതോടൊപ്പം തന്നെ നമ്മൾ പെരുന്നാൾ ദിനമാണല്ലോ നാളെ. ഈ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു 9 സുന്നത്ത്. 1, പ്രത്യേകം നീയത്ത് വെച്ച് കുളിക്കുക. നാളെ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിനെ കുളിക്കുമ്പോൾ നെയ്യത്ത് വെച്ച് വേണം കുളിക്കാൻ. എങ്ങനെ? ബലിപെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു, ബലിപെരുന്നാളിൻ്റെ സുന്നത്തായി ഞാൻ കുളിക്കുന്നു. നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കൾ ഉണ്ടാകും. കുഞ്ഞുമക്കൾ 1 വയസ്സ് 2 വയസ്സ് അല്ലെങ്കിൽ 6 മാസം 3 മാസമൊക്കെ. അപ്പോൾ ആ കുട്ടികളെ നമ്മളൊന്ന് കുളിപ്പിക്കില്ല. ആ കുളിപ്പിക്കുന്ന സമയത്ത് നാളെ എന്ത് വെക്കുക? ബലിപെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ എൻ്റെ മോളെ കുളിപ്പിക്കുന്നു എന്ന നിയ്യത്ത് കുളിപ്പിക്കുന്ന ഉമ്മമാര് വെച്ചാൽ അവർക്കും അതിൻ്റെ കൂലി, ആ പറഞ്ഞതിൻ്റെ കൂലി നമുക്കും കിട്ടുന്നതാണ്. അപ്പോൾ കുളിക്കുന്ന സമയത്ത് കുളിക്കൽ സുന്നത്താണ്. കുളിക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കലും പ്രത്യേകം നല്ലതാണ്. രണ്ടാമത്തേത്, നല്ല വസ്ത്രം ധരിക്കുക.
പുതിയ വസ്ത്രം എന്നല്ല, നല്ല വസ്ത്രം ധരിക്കുക. ആ നല്ല വസ്ത്രത്തിൽ എന്താവുക, പുതിയതാവലും സുന്നത്താണ്. പിന്നെന്താണ്, വെള്ള വസ്ത്രമാവൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നല്ല വസ്ത്രം ധരിക്കുക. മൂന്നാമത്തേത് സുഗന്ധം പൂശുക. നാളെ സുഗന്ധം പൂശുക, അത്രടിക്കുക. അതുപോലെ തന്നെ നാലാമത്തേത് ഭക്ഷണം നിസ്കരിച്ച് കഴിഞ്ഞ് വന്നാണ് ഭക്ഷണം കഴിക്കൽ ഏറ്റവും നല്ലത്. സുന്നത്തായ രൂപം എന്താണ്, ഭക്ഷണം നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കലാണ്. പിന്നെ നമ്മൾ ചെറിയ പെരുന്നാളിന് എങ്ങനെയാ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കാരത്തിൽ പോവലാണ് ഏറ്റവും സുന്നത്തായ രൂപം. ബലിപെരുന്നാളിന് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് കഴിക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ അഞ്ചാമത്തേത് തക്ബീർ. നാളെ ഈ ബലിമൃഗത്തെ കാണുന്ന സമയത്തും അതല്ലാത്ത സമയത്തൊക്കെ തക്ബീർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും അത് തക്ബീറാണ്. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. നേരത്തെ പള്ളിയിലേക്ക് പോവുക. ആ ഖുതുബ തുടങ്ങട്ടെ, അല്ലെങ്കിൽ നിസ്കാരം തുടങ്ങട്ടെ, അപ്പോൾ പോകാം. അങ്ങനെയൊന്നുമല്ല, നേരത്തെ പള്ളിയിലേക്ക് പോവുക. ഏഴാമത്തേത് ദാനധർമ്മങ്ങൾ. നാളെ ദാനധർമ്മങ്ങൾ പ്രത്യേകം അധികരിപ്പിക്കുക. ദാനധർമ്മത്തിൽ പെട്ടതാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതും. പിന്നെ ഉദ്ഹിയ്യത്ത് നമ്മൾ അറുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക, അതും എന്താണ്, ദാനമാണ്. നാളെ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഉദ്ഹിയ്യത്താണ്. അതുപോലെ തന്നെ നിസ്കാരമാണ്. ഈ കാര്യങ്ങൾക്ക് സജീവമായി ഉണ്ടാവണം. എട്ടാമത്തേത് ഉദ്ഹിയ്യത്തിന്റെ കർമ്മത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല എങ്കിലും ഇൻഷാ അല്ലാഹ് അതിലൊന്ന് നമ്മൾ ഭാഗവാക്കാക്കിയാൽ, അതായത് മൃഗത്തെ പിടിക്കാനും അല്ലെങ്കിൽ അത് അറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇറച്ചി വിതരണം ചെയ്യാനും ഒക്കെ ഒന്നൊന്ന് കൂടിക്കഴിഞ്ഞാൽ അത് വലിയൊരു സുന്നത്താണ്, അത് വലിയൊരു പ്രതിഫലമാണ്. ഒൻപതാമത്തേത് നാളെ കുടുംബബന്ധം. നാളെ എന്നാലും എപ്പോഴും കുടുംബബന്ധം ചേർക്കുക. ബന്ധുക്കളുടെ വീട്ടിൽ പോകാൻ പറ്റുന്നവർ പോവുക. അതുപോലെ തന്നെ എന്താണ്, അവരോടൊക്കെ ആ ഒരു സന്തോഷം അറിയിക്കലും പ്രത്യേകം സുന്നത്താണ്. പിന്നെ പെരുന്നാൾ ആശംസകൾ അറിയിക്കുക, അല്ലെ? പെരുന്നാൾ ആശംസ, ഈദ് മുബാറക് അതൊരു ആശംസയായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. മറിച്ച് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ ഈദുൻ മുബാറക് എന്ന പറയാം. അതാണ് എന്ത്, കുല്ലു ആം വ അൻതും ബിഖൈർ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ. ഇതാണ് ആ ഒരു പെരുന്നാൾ സന്ദേശത്തിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. പിന്നെ നമ്മൾ ഈദ് മുബാറക് എന്ന് പണ്ടേ മുതലേ അയക്കുന്നു. അത് അയച്ചുകൊണ്ട് തെറ്റൊന്നുമല്ല, അത് അയക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നാളെ ഉദ്ഹിയ്യത്ത് ഉണ്ട്. അപ്പോൾ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് അറുക്കുന്ന സമയത്തുള്ള സുന്നത്ത്, പിന്നെ മൃഗത്തിന് വെള്ളം കൊടുക്കുക, പിന്നെ ഒരു മൃഗത്തിന്റെ മുന്നിൽ വെച്ച് അറുക്കാൻ പാടില്ല, കത്തിക്ക് എപ്പോഴും നല്ല മൂർച്ചയുണ്ടാവണം, പിന്നെ അറുക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അതൊന്നും നമുക്ക് ഉപേക്ഷിക്കുക. പിന്നെന്താണ്, അതുമായി ബന്ധപ്പെട്ട സുന്നത്തുകളും മാതാബുകളൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഉദ്ഹിയ്യത്ത് അറുക്കാൻ. പിന്നെ ഉദ്ഹിയ്യത്ത് നമുക്ക് ഒരാൾ കൊണ്ടുവന്ന് തരുമ്പോൾ അത് സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി വാങ്ങണമെന്ന. കാരണം എന്താ, ആ ഒരു മൃഗം അത് അള്ളാഹിൻ്റെ പേരിൽ ഇറക്കപ്പെട്ട മൃഗമാണ്. നാളെ നമുക്ക് ശഫാഅത്ത് നിൽക്കേണ്ട മൃഗമാണ്. അതുകൊണ്ട് ആ ഇറച്ചിക്ക് ഒരു പോരിശുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എന്ത് ഇറച്ചിയാണെങ്കിലും അമിതമായാൽ അമൃതം വിഷമെന്നാണല്ലോ. അതുകൊണ്ട് ഇനി ഒരാഴ്ച 2 ആഴ്ച തുടർച്ചയായിട്ട് ഈ ഇറച്ചി തന്നെ കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് കേടാണ്. അത് ഉദ്ഹിയ്യാണെങ്കിലും അല്ലാത്തതാണെങ്കിലും. പിന്നെ അതിലൊരു ബറക്കത്തുണ്ട്, അതൊരു ഖൈറുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിക്കാം. അത് അമിതമായാൽ നമുക്കത് വല്ലാത്ത ഒരു ശരീരത്തിനും മനസ്സിലൊക്കെ കേടായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. പരിപാവനമായ പവിത്രമായ സമയങ്ങളിൽ നിങ്ങളുടെയൊക്കെ ദുആകളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തണം. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ദുആകളെ സ്വീകരിക്കട്ടെ. എല്ലാവിധ ഖൈറും സലാമത്തും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു തരട്ടെ. ഇന്നത്തെ അറഫാ ദിനത്തിൽ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പടച്ചവൻ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.